ഹലോ എരുവാൻ ആന വ്ളോഗിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി നിങ്ങളിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനാണ്. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ് എബ്രിസ്വിത്ത് യൂണിവേഴ്സിറ്റി ഇൻ വെയിൽസ് ഇൻ ദി UK. അപ്പം ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ്. നമ്മുടെ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് മീറ്റ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് യൂണിവേഴ്സിറ്റിയുടെ ഹൃദയം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. മോസ്റ്റ് പീപ്പിൾ അല്ലെങ്കിൽ മോസ്റ്റ് സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്യുന്നത് അവിടെ സ്റ്റുഡൻറ്റ് ലൈഫ് ഞങ്ങളും സ്പെൻഡ് ചെയ്തേക്കുന്നത് യൂണിവേഴ്സിറ്റി ലൈബ്രറിയാണ്. ഡിഫറെൻറ്റ് സോഴ്സസും റിസോഴ്സസും ലൈബ്രറി ലോൺ സർവീസൊക്കെ നമ്മുടെ യൂണിവേഴ്സിറ്റി നമ്മൾക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ പഠിച്ചിറങ്ങി കഴിയുമ്പം നമുക്കൊരു സ്ട്രെസ് ബ്ലാസ്റ്ററായിട്ട് ഞങ്ങൾ പോയി ടൈം സ്പെൻഡ് ചെയ്തേക്കുന്നതാണ് ആർട്സ് സെൻറ്റർ. ആർട്സ് സെൻറ്ററിൽ തന്നെ നമുക്കൊരു തിയേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിനോട് അടുത്ത് തന്നെ നമുക്കൊരു കാഫറ്റീരിയ ഉണ്ട്. അവിടെ നമ്മളൊരു കോഫി വാങ്ങിയും അവിടുത്തെ നല്ല ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും നമ്മുടെ പഠിക്കാനുള്ള സ്ട്രെസ്സൊക്കെ ഒരുപാട് നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വോക്ക് നമ്മൾ ബാലൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ പുറത്ത് ആർട്സ് സെൻറ്ററിൻ്റെ പുറത്ത് ഇറങ്ങുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ പഠിച്ചേക്കുന്നത് പോലെ ഒരു ഒറ്റമുറി ക്ലാസ് റൂം അല്ല ഇവിടുത്തെ എഡ്യൂക്കേഷൻ. അതേസമയം ഓരോ ദിവസത്തെയും ലെക്ചേഴ്സ് ഡിഫറെൻറ്റ് ബിൽഡിങ്ങിലായിരിക്കും. ഇപ്പോൾ നമുക്ക് ഒരു മാസം മുമ്പ് തന്നെ ഒരു മെയിൽ വരും, നിങ്ങളുടെ ലെക്ചർ നടക്കുന്നത് ഇന്ന പർട്ടിക്കുലർ ബിൽഡിങ്ങിലായിരിക്കും. അതിൻ്റെ ഒരു വലിയ ഗുണം എനിക്ക് തോന്നിയിരിക്കുന്നത് നമുക്ക് ക്യാമ്പസിലുള്ള ഈച്ച് ആൻഡ് എവറി ബിൽഡിങ്സും മൊത്തം ക്യാമ്പസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ആസ് എ സ്റ്റുഡൻറ്റ്. പിന്നെ ഈ ക്യാമ്പസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ദ ക്യാമ്പസ് ഈസ് ഒരുപാട് നേച്ചർ ഫ്രണ്ട്ലി ക്യാമ്പസാണ്. അതായത് ഓപ്പൺ ടു പബ്ലിക്കാണ്. ഏതൊരു പബ്ലിക്കിനും ഈ ക്യാമ്പസ് ഒരു പരിധിവരെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ സ്പോർട്സ് സെൻറ്റർ. ഇവിടെയാണ് നമുക്ക് ജിമ്മും സ്വിമ്മിംഗ് പൂളും പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത്. ഓപ്പോസിറ്റ് ടു ജിം സ്പോർട്സ് സെൻറ്റർ നമുക്ക് ഒരു നല്ല പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ സ്റ്റുഡൻ്റായിരിക്കെ ഫ്രണ്ട്സിനോട് കൂടെ ഒരുപാട് കോമ്പറ്റീഷൻസൊക്കെ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ക്യാമ്പസ് ഈസ് ഓൾവേസ് ഓപ്പൺ ടു പബ്ലിക്. ഇവിടെ ഒരു വലിയ ഗേറ്റ് വെച്ചിട്ട് ക്യാമ്പസ് അടച്ചിടുകയോ അങ്ങനെയൊന്നുമില്ല. ഈ ക്യാമ്പസിൽ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാർ പിക്നിക്കായിട്ടും അവിടെ കുട്ടികളെയും ഫാമിലിയായിട്ടൊക്കെ വന്ന് അവരുടെ ഒരു ഫ്രീ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എബ്രിസ്വിത്ത് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഇവിടെ നമ്മൾക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് നൽകുന്ന അക്കോമഡേഷൻ സ്കോളർഷിപ്പ്. അപ്പം ഇതാണ് അക്കോമഡേഷൻ ഞങ്ങൾ നിന്നിരുന്നത്. അപ്പം ഈ അക്കോമഡേഷൻ സ്കോളർഷിപ്പ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു 4 to 5 lakhs നമ്മുടെ ട്യൂഷൻ ഫീൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അക്കോമഡേഷനോട് അടുത്ത് തന്നെ നമുക്ക് ഫിഷ് ആൻഡ് ചിപ്പ് ഷോപ്സ് ഉണ്ട്, CK സ്റ്റോറുണ്ട്, സബ്വേ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കെ പാർട്ട് ടൈം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്റ്റുഡൻ്റ് ആയിരിക്കെ ഒരുപാട് ഡിസ്കൗണ്ട് നമ്മുടെ മീൽസിലൊക്കെ വരും. ഞാനും ആഷും നിന്നിരുന്ന അക്കോമഡേഷൻ ആയിരുന്നു കോട്ട്മാർ. നമ്മുടെ മിക്ക ഫ്രണ്ട്സും കോട്ട്മാറിലായിരുന്നു നിന്നിരുന്നത്. ഞങ്ങളുടെ ബ്ലോക്ക് വന്നിട്ട് A ആണ്. അപ്പം ഈ നമ്മുടെ കോട്ട്മാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ കോട്ട്മാർ ബിൽഡിങ്സ് നമുക്ക് പ്ലേ ടൈമിനും ഹാങ് ഔട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ഏരിയ യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ നല്ല മെമ്മറീസാണ് ഞങ്ങൾക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഓപ്പൺ ടു പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ബങ്ക് ഹൗസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പെർ നൈറ്റ് 35 to 40 pounds ഒക്കെ കൊടുത്താൽ നമുക്ക് പെർ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റീൻ്റെ സൈക്കോളജി ആൻഡ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. നിയർ ടു അവർ സൈക്കോളജി ബിൽഡിംഗ് നമുക്ക് സിനിമ ഡിപ്പാർട്ട്മെൻറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം വോക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ഇതാണ് സിനിമ ഡിപ്പാർട്ട്മെൻറ്റ്. എബ്രിസ്വിത്ത് യൂണിവേഴ്സിറ്റി നല്ല പാരമ്പര്യം, ഒരുപാട് നല്ല റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിയാണ്. കിങ് ചാൾസ് വരെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം ഇതാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി കാഴ്ചകളും ഞങ്ങൾ പഠിച്ച ബിൽഡിങ്ങൊക്കെ. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഷെയർ, ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. Once again, thank you very much for watching our video. All of you have a good day.